മലയാളത്തെ വിശ്വത്തോളം വളർത്തിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം.ഡി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഇപ്പോൾ മധുപാൽ, പ്രശസ്ത നടനും ചലച്ചിത്ര സംവിധായകനുമായ മധുപാൽ എം.ഡി ഓർമ്മിക്കുന്നു നമുക്കൊപ്പം. മധുപാൽ, എനിക്ക് തോന്നുന്ന കുറച്ച് അധികം കാലം എം.ഡിയുമായി സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞ ഒരാളാണല്ലോ മധുപാൽ. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നത്? ഞാനൊരു അങ്ങനെ കുറച്ച് കാലം എന്നുള്ളതല്ല, എം.ടി എഴുതിയ കൃതികൾ മുഴുവൻ വായിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ എം.ടി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ജീവിതം ആരംഭമൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലമൊക്കെ പാലക്കാടാണ്. അപ്പം പാലക്കാട് ഈ അദ്ദേഹത്തിന്റെ കാലം പോലെ പാതിരാവും പകൽ വെളിച്ചം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ, ചെറുകഥകൾ വായിക്കുമ്പോഴൊക്കെ ആ അന്തരീക്ഷത്തിനൊക്കെ ഒരു പാലക്കാടിന്റെ അന്തരീക്ഷം ഉണ്ട്. അത് ഒന്നാമത് കൂടലൂരിന്റെ അതേ സ്വഭാവം തന്നെയാണ് പാലക്കാടിനുള്ളത്. അപ്പം അത് അന്ന് വായിച്ചപ്പോൾ മുതൽ ഉണ്ടായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. പിന്നീട് നേരിട്ട് ഇടപഴകാൻ തുടങ്ങി ഒരു 10-34 വർഷത്തോളമായിട്ട് ഞാൻ മിനിഞ്ഞാന്നാണ് അദ്ദേഹത്തെ കണ്ടിട്ട് പോരുകയും കാണുകയും ചെയ്തതാണ് അദ്ദേഹത്തെ. അപ്പോൾ ആ മനുഷ്യൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊരു തണല് തന്നെയായിരുന്നു. ഞാനത് കാണുന്നത് ഏറ്റവും വലിയൊരു നമുക്ക് ഓടിക്കയറാൻ ഒരു ഇടം, ആ ഇടത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സകല ശാശ്വതമായിട്ട് നമുക്കൊരു സമാധാനമുണ്ടാവും എന്ന് എന്നെ അനുഭവിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എം.ടി സാർ. അപ്പം അദ്ദേഹത്തിന്റെ കൃതികളായാലും സിനിമകളായാലും പറഞ്ഞിട്ടുള്ള വാക്കുകളായാലും പുള്ളിയോടൊപ്പം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചു എന്ന് പറയാവുന്ന രീതിയിൽ തുഞ്ചൻ കലോത്സവത്തിന്റെ ഭാഗമായാലും അതല്ലാത്ത ചില മീറ്റിങ്ങുകൾക്ക് പുള്ളിയോടൊപ്പം പോയപ്പോഴുമൊക്കെ നമുക്ക് ആ വഴി ചില പുന്നൂർക്കുളത്തൊക്കെ പോയ സമയങ്ങളിലൊക്കെ ആ വഴിയിലൂടെ പുള്ളി നടത്തിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പഴയ കാലങ്ങൾ ഓർമ്മിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കൂടലൂരിലുള്ള സ്ഥിതികൾ, ഇതെല്ലാം നമുക്ക് പാലക്കാട് പല സ്ഥലങ്ങളിലായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ എത്രയോ മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും കൂടുതലൊന്നും പറയേണ്ടതില്ല, പറയുന്ന വാക്ക് സത്യമുള്ളതായിരിക്കണം, ആ വാക്ക് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആവണം, അതിനൊരു ലക്ഷ്യമുണ്ടാവണം, അതിനകത്തൊരു കാമ്പുണ്ടാവണം എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതുതന്നെയാണ് എം.ടി നമുക്ക് തന്നിട്ടൊരു വലിയ പാഠം എന്നുള്ളത്. എഴുതിയ കൃതികളിൽ മുഴുവൻ, സിനിമകളിൽ മുഴുവൻ അങ്ങനത്തെ, കാരണം പുള്ളിയുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഡയലോഗുകളിലെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള കൃത്യമായ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിയും നമുക്ക് എന്നുള്ളത് തന്നെയാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാത്രമല്ല, എം.ടി എന്ന് പറയുന്നൊരു വ്യക്തി നമുക്ക് തന്നിട്ടുള്ള ഒരു ശക്തമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ആ പ്രൊട്ടക്ഷൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഓരോ സെക്കൻഡിലും ആ മനുഷ്യനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. അദ്ദേഹം ഇവിടെ ഉണ്ട്. കാരണം ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളുണ്ട്, നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളോട് മനോഹരമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ മുമ്പിൽ ഓർമ്മയായപ്പോൾ അത് ഞാൻ മരിക്കുമ്പോൾ മാത്രമായിരിക്കും ആ ഓർമ്മ നശിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു. മധുപാലാണ് നമുക്കൊപ്പം ചേർന്നത്. കഥാകാരൻ കൂടിയായ മധുപാൽ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയെന്ന് പാലക്കാടൻ സാഹിത്യ പരിസരത്തു നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരിചിതമായ വഴികളിലൂടെ കൂടല്ലൂരും അതേപോലുള്ള ഗ്രാമത്തിൻ്റെയും കഥ എഴുതിയ എം.ടി ആണ് തനിക്ക് ഏറ്റവും പ്രിയമെന്ന് മധുപാൽ പറഞ്ഞു വയ്ക്കുകയാണ്.